യേശുവിന്റെ നാമത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. എന്തിനാണ് കർത്താവ് ഹല്ലേലൂയ ദരിദ്രനായി തീർന്നത്? നമ്മളെ സമ്പന്നരാക്കുവാൻ വേണ്ടി. എങ്ങനെയുള്ള സമ്പന്നതയെ നമുക്ക് ആത്മീയ ഭൗതിക നിലവാരത്തിൽ എല്ലാം സമ്പന്നത ആവശ്യമാണ്. പല പ്രിയപ്പെട്ടവരും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് അവരുടെയും വിഷയം സാമ്പത്തികമാണ്. പല കടഭാരങ്ങൾ ഉള്ളവരുണ്ട്. ഇവര് ഇതെല്ലാം മാറണമെങ്കിൽ ഹല്ലേലൂയ ദൈവിക സമ്പത്തിനെ നമ്മൾ അംഗീകരിക്കുവാൻ ഇടയാകണം. എന്തുകൊണ്ട് ജോലിയിൽ അനുഗ്രഹിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് തടസ്സങ്ങൾ വരുന്നു? ഒറ്റ കാര്യമുള്ളൂ പ്രിയപ്പെട്ടവരെ, ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എൻ്റെ ജോലി കർത്താവിൻ്റെയാണ്. ഞാൻ ആയിരിക്കുന്ന രാജ്യത്ത് എന്നെ എത്തിച്ചത് എൻ്റെ കർത്താവാണ് എന്ന് നിങ്ങൾ അതരം കൊണ്ട് നിങ്ങൾ പറയുമ്പോൾ, കർത്താവ് ആണ് എൻ്റെ സകലതെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഇത് കർത്താവിൽ നിന്നാണെന്ന് നിങ്ങൾ അതരം കൊണ്ട് പറയുമ്പോൾ, ഇത് എൻ്റെ അധ്വാനത്താലല്ല, എൻ്റെ വിദ്യാഭ്യാസത്താലല്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കഴിവുണ്ടായത് കൊണ്ടാ ഞാൻ അവിടെ എത്തിയെന്നല്ല പറയേണ്ടത് എന്ന് നിങ്ങളുടെ സകലതും കർത്താവിൽ സമർപ്പിക്കുന്നു. അന്ന് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? നിങ്ങളുടെ മേൽ നേരിടുന്ന യുദ്ധങ്ങളും കർത്താവ് ഏറ്റെടുക്കുവാൻ ഇടയാകും. നിങ്ങൾ നന്മ പ്രാപിക്കാതെ ഹല്ലേലൂയ നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് എന്റേതാണ്, ഞാനാണ്, എന്റെ കഴിവുകൊണ്ടാണെന്നുള്ള നമ്മുടെ പലപ്പോഴുമായിട്ടുള്ള സംസാരമാണ് പൈശാചിക മണ്ഡലം ഇതിനെതിരെ പ്രവർത്തിപ്പാനിടയാകുന്നത്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പറയാം. നിങ്ങൾ ഹല്ലേലൂയ കർത്താവിൻ്റെതാണ് ഇതെന്ന് നിങ്ങൾ പറയാൻ തയ്യാറാണോ? നിങ്ങൾക്ക് എതിര് വരുന്ന യുദ്ധങ്ങൾ ദൈവിക ദൂതന്മാർ ഇറങ്ങി ചെയ്യുവാൻ തുടങ്ങും. ദൈവിക ഹല്ലേലൂയ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ തുടങ്ങും. ഇതെല്ലാം കർത്താവിൻ്റെയാ, ദൈവരാജ്യത്തിന് വേണ്ടിയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ദൈവികമായ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേൽ വീഴുവാൻ ഇടയാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പലരും സാമ്പത്തിക ബുദ്ധിമുട്ടില്ല, പലരും ഹല്ലേലൂയ രോഗഭാരത്തിലാണ്. എന്നാൽ ഹല്ലേലൂയ ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ദൈവം അത്ഭുത മന്ത്രിയാണ്. ദൈവം സർവശക്തനാകുന്ന ദൈവമാണ്. ഒന്ന് ഹല്ലേലൂയ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എന്റേതെല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൽ നിന്നല്ലാതെ എനിക്കൊന്നുമില്ല. ഈ ലോകത്ത് ഞാൻ ഒരു വെറും കൈയോടാ വന്നത്. ഇപ്പോൾ കാണുന്ന എല്ലാ സാഹചര്യങ്ങളും എൻ്റെ കർത്താവാണ് എനിക്ക് തന്നത്. ഈ ലോകത്ത് നിന്ന് ഞാൻ മടങ്ങുമ്പോൾ ഒന്നും ഞാൻ തിരികെ കൊണ്ടുപോകില്ല. അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നത് എനിക്കുള്ള സകലതും എൻ്റെ കർത്താവിന് വേണ്ടിയാ. ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ പറഞ്ഞ വാക്കുകളെ സ്വർഗം അംഗീകരിച്ചല്ലോ. പ്രിയപ്പെട്ടവരുടെ കടഭാരങ്ങൾ, ജോലി തടസ്സങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ, രോഗപീഠകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവേ, അടിയൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ അപ്പാ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ പല പ്രിയപ്പെട്ടവരും ഈ ഹല്ലേലൂയ ജീസസ് ജനറേഷൻ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. എല്ലാത്തിനുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.